എല്ലാവർക്കും ബെസ്റ്റ് വെൽനസ് ഹബ് വൺ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പുതിയൊരു വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത് കഫ് സിറപ്പുകളുടെ അപകടത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നത് കൊണ്ടാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് കഫ് സിറപ്പുകൾ വളരെ നിരുപദ്രവകാരികളാണ്. കാരണം കുറച്ച് മധുരവും കുറച്ച് കഴിക്കാനൊക്കെ എളുപ്പമുള്ളത് കൊണ്ട് തന്നെ ധാരാളമായിട്ട് നമ്മൾ അതിൻ്റെ ഉപയോഗം വളരെ കൂടുതലായിട്ട് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ കുട്ടികൾക്കൊക്കെ ചുമ വരുമ്പോൾ നമ്മൾ ഈ മധുരമുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് കഴിക്കാനും ഭയങ്കര താല്പര്യമാണ്. മിക്കവാറും എല്ലാ കഫ് സിറപ്പുകളിലും ഷുഗർ കണ്ടൻറ്റുകൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കഴിക്കാൻ എളുപ്പമായതുകൊണ്ട് നമ്മൾ അത് കൂടുതലായിട്ട് കുട്ടികൾക്ക് കൊടുക്കും. ചിലപ്പോൾ കുട്ടികൾ നമ്മൾ അറിയാതെ തന്നെ കുട്ടികൾ തന്നെ ചിലപ്പോൾ കുറച്ച് എടുത്ത് കഴിച്ചെന്ന് വരാം. പക്ഷേ ഈ ഇംഗ്ലീഷ് മെഡിസിനുള്ളൊരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരുപാട് കെമിക്കലുകൾ ചേർന്നതാണ് ഒരു ഇംഗ്ലീഷ് മെഡിസിൻ നമുക്ക് ലഭിക്കുന്നത്. ഇതിനകത്ത് പല കണ്ടൻറ്റുകളും വളരെ ഗുരുതരമായ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു മരുന്നും നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കഴിക്കുക. ഇപ്പോൾ ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആയുർവേദത്തിൽ തന്നെ ഒരുപാട് പരിഹാര മാർഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കർപ്പൂരാതി ചൂർണം വാങ്ങിക്കുക. കുറച്ച് പനങ്കൽക്കണ്ടം വാങ്ങിച്ചിട്ട് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ നാവിലിട്ട് നുണഞ്ഞ് കഴിക്കുക. വളരെ നല്ലതാണ് ചുമയ്ക്ക്. അതുപോലെ തന്നെ ലങ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ശ്വാസകോശ സംബന്ധമായിട്ട് ചിലപ്പോൾ ചുമ വന്നിട്ട് കുറച്ച് കടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഓക്സിനോ ഇൻ്റർനാഷണൽ കമ്പനി ഇറക്കുന്ന ഇമ്മ്യൂണജൻ എന്ന് പറയുന്ന ക്യാപ്സ്യൂളുണ്ട്. അത് വളരെ നല്ലതാണ്. അത് കൂടുതൽ ചുമയും ശ്വാസം മുട്ടലും ഒക്കെ ഉണ്ടെങ്കിൽ ഇമ്മ്യൂണജൻ കൂടെ കഴിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു 50-100 രൂപയുടെ മുടക്കേ ഉള്ളൂ. ആകെ ഒരു കർപ്പൂരാതി ചൂർണം വാങ്ങിക്കുക. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് പനങ്കൽക്കണ്ടം പൊടിച്ച് ചേർത്ത് വീട്ടിലെല്ലാവർക്കും കഴിക്കാം. ഒരു ഉപദ്രവം ഉണ്ടാക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല ആയുസ്സും ആരോഗ്യവും നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.